ബാലു, ബാലുവിന് എന്നെ അറിയില്ല. ഞാൻ ബാരിസ്റ്റർ മേനോൻ. ബാലുവിന്റെ അച്ഛൻ എന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഞാൻ വീട്ടിൽ പോയിരുന്നു. സാവിത്രിയമ്മയെ കണ്ടു. പാവം, ആകെ തളർന്നിരിക്കുന്നു. ആ, ഒക്കെ വിധിയാണ്. അച്ഛനെയും എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബാലുവിനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തണം. അതെന്റെ കടമയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ആയിനു. പക്ഷേ തെളിവുകളെല്ലാം ബാലുവിനെതിരാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാളുടെ നില അല്പം സീരിയസ് ആണ്. ചിലപ്പോൾ ജീവപര്യന്തം കഠിനതടവ് വരെ. ഞാൻ നിരപരാധിയാണ് സാർ. എന്നെ എങ്ങനെയും രക്ഷിക്കണം. അതിനുള്ള മാർഗമാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത്. ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് വെറുതെയാണ്. കുറ്റം സമ്മതിക്കുക. ദാറ്റ്സ് ദ ഓൺലി വേ ഔട്ട്. ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തുവെന്ന് ഞാൻ എങ്ങനെ സമ്മതിക്കും? രക്ഷപ്പെടാനുള്ള വഴിയാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത്. കുറ്റമേറ്റുകൊണ്ട് മാപ്പ് പറഞ്ഞാൽ അച്ഛൻ ആത്മഹത്യ ചെയ്തതിന്റെ ഷോക്ക് ഇനിയും വിട്ടുമാറിയിട്ടില്ലാത്ത ബാലുവിന്റെ മനസ്സ്, ഇതിനു മുൻപ് ഒരു കുറ്റകൃത്യത്തിലും ചെന്നുപെട്ടിട്ടില്ലാത്ത ബാലുവിന്റെ പാസ്റ്റ്, പിന്നെ തന്റെ ഈ പ്രായം, ഇത് അത്രയും നിർത്തിക്കൊണ്ട് കോടതിയിൽ നിന്നും പരമാവധി കാരുണ്യം വാങ്ങിത്തരാൻ എനിക്ക് കഴിയും. ഏറി വന്നാൽ 1 or 2 മാസത്തെ പേരിന് മാത്രമായുള്ള ശിക്ഷ. അതിൽ കേസ് അവസാനിക്കും. തന്റെ അച്ഛനോട് എനിക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്. ഇത്രയെങ്കിലും ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞാൽ. പാവം സാവിത്രിയമ്മ, അവരുടെ വിധിയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഞാൻ തയ്യാറാണ് സാർ. സാർ പറയുന്ന പോലെ ചെയ്യാം. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക. ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട്. ഒപ്പിട്ടുള്ളൂ. യുവർ ഓണർ, പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുള്ള കുറ്റങ്ങളെല്ലാം പ്രതി ഏറ്റു പറഞ്ഞിരിക്കുന്നു. വധശ്രമത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കത്തി പ്രതിയുടേതാണ്. ഗസ്റ്റ് ഹൗസിലേക്ക് വരുമ്പോൾ താൻ ഈ കത്തി മുൻകൂട്ടി കയ്യിൽ കരുതിയിരുന്നുവെന്ന് പ്രതി തന്റെ കുറ്റസമ്മതത്തിൽ ഏറ്റു പറയുന്നുണ്ട്. കത്തിയോ? ഏത് കത്തി? അല്ലെ, ഞാൻ അവിടെ വെറും കൈയോടെയാണ് പോയത്. കത്തി കൊണ്ടല്ലേ അവർക്ക് മുറിവേറ്റത്? കുപ്പി കഷ്ണം കൊണ്ടാണ്. കുത്തി എന്ന കാര്യം പ്രതി സമ്മതിക്കുന്നു. എന്തുകൊണ്ട് കുത്തി എന്ന കാര്യത്തിലേ ഉള്ളൂ തർക്കം. വെൽ മിസ്റ്റർ ബാലു, ഈ ഒപ്പ് നിങ്ങളുടെ തന്നെയാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു? ഈ ഒപ്പിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ കോടതിയിൽ പറഞ്ഞത്. വീട്ടിൽ നിന്ന് കരുതിക്കൊണ്ടുവന്ന കത്തികൊണ്ട് നിങ്ങൾ അവരെ ആക്രമിക്കുകയായിരുന്നു എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ടത് ഞാൻ തന്നെയാണ്. പക്ഷെ അതിൽ ഇങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ലായിരുന്നു. വെൽ യുവർ ഓണർ, ഇവിടെ മറുപടി പറയേണ്ടത് ബഹുമാനപ്പെട്ട എന്റെ എതിർഭാഗം വക്കീലാണ്. യുവർ ഓണർ, പൂർണ്ണ സമ്മതത്തോടെ എന്റെ കക്ഷി ഏറ്റുപറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് അത്രയും വായിച്ചു കേട്ട് ഉത്തമ ബോധ്യത്തോടെയാണ് അയാൾ ഒപ്പിട്ടിട്ടുള്ളത്. നോ നോ, ഇയാൾ എന്നെ ചതിക്കുകയായിരുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ദുഃഖിച്ചിട്ട് എന്താ മോളെ കാര്യം? ദൈവനിശ്ചയം പോലെ നടക്കും. സത്യത്തിൽ ആശ്വസിക്കുകയാണ് വേണ്ടത്. ബാലു നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞ് സംഭവിച്ചിരുന്നെങ്കിലോ? ഡാഡിക്ക് അത് ഓർക്കാൻ കൂടി വയ്യ. ഏഴ് കൊല്ലം തികച്ചുണ്ടല്ലോ. എത്ര പേരെ കുത്തി കൊന്നു? ഞാൻ ആരെയും കൊന്നില്ല സാർ. പിന്നെ ചുമ്മാ ശിക്ഷിച്ചാണോ പറ്റേ? പോ. ഇവർക്കെല്ലാം സെല്ലുകൾ അലോട്ട് ചെയ്തോ? സാർ, ഈ 3നെയും എ ബ്ലോക്കിലേക്ക്, ഇവരെ ബിയിലേക്കും. എടാ അംശക്കായ, നീ പിന്നെയും വന്നോടാ. പിന്നെ അവൻ തിരിച്ചു വരാതെ ഇവിടാണെങ്കിൽ നേരത്തിന് ചാപ്പാട് കാതലിനാണ്. പുറത്ത് സുഖം വല്ലതും കിട്ടുമോ?
ചാർലി, നോക്കിയാ നമുക്കൊരു പുതിയ വിരുന്നുകാരൻ. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഞാനിനി എവിടേക്ക് പോകും? വിരോധമില്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോകാം. കുറച്ചുകൂടെ നല്ലൊരു സാരി എടുത്ത് കൊടുക്കണ്ട ജാനു. എന്തിനാ കുറയ്ക്കുന്നേ? പട്ടുസാരി തന്നെ ആയിക്കോട്ടെ. എന്താ? ഒന്നും രണ്ടും ദിവസത്തേക്കല്ല, 7 കൊല്ലത്തേക്ക് അച്ചക്കന് ശിക്ഷിച്ചിരിക്കുന്നത്. അതുവരെ തീറ്റിപ്പാറ്റാൻ ഇവിടെ കെട്ടിയെടുത്ത് വെച്ചിരിക്കല്ലേ? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. തിന്ന ചോറിന് നന്ദി വേണം ജാനു. ആ സ്വാമി ഇല്ലാതെ ഞാൻ ഇപ്പോഴും കമ്പനി കന്റീനിൽ തന്നെ നിന്നേനെ. ഒരു കഷ്ടകാലം വരുമ്പോൾ കുളിച്ച് മാറി എടുത്തിട്ട് വന്നോളൂ. വല്ലതും കഴിക്കാം. കാലത്തൊട്ടൊന്നും കഴിച്ചില്ലല്ലോ. താനവിടെ പോന്നു? ഒഴിക്ക്. വേണ്ട. വേണം. നിനക്ക് വേണ്ട, ഞാൻ കഴിച്ചോളാം. വേഗം വാങ്ങ്. മാറേ. ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാ നടുക്കഷ്ണം തിന്നണമെന്നാ ചൊല്ലേ. ഇല്ല ചാളി, ഞാൻ മത്സ്യവും മാംസവും കഴിക്കില്ല. പച്ചക്കറി എന്ന് വെച്ചാ ഇവിടെ പാലും പഴവും വെണ്ണയും നെയ്യും ഒന്നും കിട്ടുകയില്ല. വല്ല ചേമ്പിന്റെ ഇലയോ വെളിയുടെ തണ്ടോ വെട്ടി മുറിച്ച് വേവിച്ച് ഉപ്പിട്ട് തരും. അതും കഴിച്ചോണ്ട് 6-7 കൊല്ലം ഇതിനകത്ത് കിടന്ന എല്ലും തോലും അല്ലാതെ ഈ തടി കാണുകയല്ല. പുറത്തിറങ്ങിയിട്ട് പലരോടും പ്രതികാരം ചെയ്യാനുണ്ടെന്നല്ലയോ പറഞ്ഞത്? അതിന് ശരീരത്തിന് ശക്തി വേണം, തടിമെടുക്ക്. ഇങ്ങനെ പട്ടിണി കിടന്നാൽ ശിക്ഷ കഴിയുന്നതിന് മുമ്പ് താൻ ഇതിനകത്ത് തന്നെ കിടന്ന് സിദ്ധി കൂടും. പ്രതികാരം തന്നോട് തന്നെ ആവും. ഇല്ലെങ്കിൽ കഴിക്ക്. ഇറച്ചിയായാലും മീനായാലും ജീവൻ നിലനിർത്താൻ വേണ്ടിയാ പറയുന്നത്. കഴിക്ക്. അല്ല, ഇതെന്താ ബാലുന്റെ കയ്യില്? ഇന്നലെ വരെ അശുദ്ധിയാണെന്നും പറഞ്ഞ് ഇയാൾ ഇറച്ചു തൊട്ടില്ലായിരുന്നല്ലോ. ഇന്നു മുതൽ തുടങ്ങുകയാണ് എന്റെ വ്രതം. വാക്കും ശരീരവും മനസ്സും ത്രിവിധകരണങ്ങളെ പാകപ്പെടുത്തുന്ന നിഷ്ഠ ബ്രാഹ്മണന് ഉപവാസം കൊണ്ട് നേടണമെന്നാണ് വിധി. ഞാനിത് തിരുത്തുന്നു. ഉറച്ച ശരീരത്തിലെ ഉറച്ച മനസ്സുണ്ടാവും. A sound mind only in a sound body. അപ്പന്റെ ആത്മഹത്യ തന്നെ എന്റെ അമ്മയെ ആകെ തകർത്തു. ആ മരവിപ്പിൽ എന്നെ പിരിഞ്ഞ വേദന എന്റെ അമ്മ അറിഞ്ഞെന്ന് വരില്ല. പക്ഷെ നാൻസിയുടെ കാര്യം അതല്ല. ഒരു ജീവിതം തുടങ്ങാനിരിക്കുകയായിരുന്നു ഞങ്ങൾ. അതിനിടയ്ക്കാണ്. വിഷമിക്കണ്ട ബാലു, നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്രയൊന്നും പ്രായമായില്ലല്ലോ. ജീവിതം പിന്നെയും ബാക്കിയില്ലേ? 7 വർഷത്തേക്കാണ് ശിക്ഷയെങ്കിലും കുഴപ്പമൊന്നും കാണിക്കാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ ഇളവ് കിട്ടും. 4-5 കൊല്ലം കൊണ്ട് പുറത്തിറങ്ങാം. അതുവരെ ആ പെൺകുട്ടി കാത്തിരിക്കുമെങ്കിൽ സംശയിക്കേണ്ട ചാർലി, ഞാൻ മരിച്ചാലും നാൻസി ജീവിതം മുഴുവൻ അവിവാഹിതയായിട്ട് കഴിയും. എങ്കിൽ ബാലു ഭാഗ്യവാനാണ്. ഈ കാലം വരെ എന്നെ കാത്തിരിക്കാൻ ഒരു പെണ്ണും തയ്യാറായില്ല. ഇല്ലെങ്കിൽ ഞാൻ അടുപ്പിച്ചില്ല. അപകടം പിടിച്ച ജോലിക്കിടയിൽ മാസങ്ങളോളം എനിക്ക് പുറംകടലിൽ കഴിയേണ്ടി വരും. പിടിക്കപ്പെട്ടാൽ ഇതുപോലെ ജയിലിൽ. ഈ വേർപാട് സഹിച്ച് കളങ്കപ്പെടാതെ ജീവിക്കാൻ ഒരുത്തിക്കും കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ചാർലി ഇന്നും കുമാരനാണ്, കല്യാണം കഴിക്കാത്ത പയ്യൻ. എന്തായിരുന്നു ചാർലിയുടെ ജോലി?
അത് കൊള്ളാം. ഇതുവരെ മനസ്സിലാക്കിയില്ലേ? വലിയൊരു കള്ളക്കടത്തുകാരന്റെ ചിറകെന്ന് പറയുന്നില്ല, തൂവലായിരുന്നേ. മയക്കുമരുന്ന് കടത്ത്. അതിലൊരു പൊതി എന്നെ ഇവിടെ എത്തിച്ചു 3 വർഷത്തേക്ക്. ആരാണ് എന്റെ ബോസ് എന്ന് കൂടി ബാലുവിന് അറിയണ്ടേ? നിങ്ങളുടെ കുടുംബം നശിപ്പിച്ചവരൊരാൾ. പുറമെ എസ്റ്റേറ്റ് ഉടമയായി നടക്കുന്ന അവറാച്ചൻ. ബാലുവിനെ ആരോ കാണാൻ വന്നിട്ടുണ്ട്. പ്ലീസ് നാൻസി എന്തിനിങ്ങോട്ട് വന്നു? നാൻസിയെ കാണാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ കൊതിക്കുന്നവനാണ് ഞാൻ. പക്ഷേ ഈ നിലയിൽ നാൻസി എന്നെ കാണരുത്. എന്റെ ഈ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ. ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ്. എന്റെ കല്യാണം ഉറപ്പിച്ചു. എനിക്കതിന് വഴങ്ങാതെ നിവർത്തിയില്ല ബാലു. സമ്മതം വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. ബാലു എന്നോട് ക്ഷമിക്കണം. അതിന്റെ കാരണം കൂടി ബാലു കേൾക്കണം. വേണ്ട, ഒന്നും കേൾക്കണ്ട. ചാർലി പറഞ്ഞതാണ് ശരി. ഒരു പെണ്ണിനെയും വിശ്വസിക്കരുത്. I don't want to hear any explanations. Balu, get out of here. Balu, I said get out of here. വെറുതെ തടി ചീത്തയാക്കാമെന്നല്ലാതെ ഈ അഭ്യാസം കൊണ്ട് വലിയ കാര്യമില്ല. മതി, നിർത്താൻ. കല്യാണം കഴിഞ്ഞത് പിന്നെ തനിക്ക് ഈ ഗതി വന്നിരുന്നെങ്കിൽ അവൾ ഇതുപോലെ മറ്റൊരുത്തന്റെ കൂടെ. ചാർലി, അവൾ നേരത്തെ പോയത് ഭാഗ്യമെന്ന് കരുതിക്കും. തനിക്ക് ഈ ഗതി വരുത്തിയ വേറെ ചിലരുണ്ടല്ലോ പുറത്തിറങ്ങിയിട്ട് അവരോട് കാണിക്ക് ഈ പക. അതുവരെ ക്ഷമിക്കാം. പോരാ, കുറച്ചുകൂടെ അരിയണോ? മാവ് നല്ലോണം അരിഞ്ഞാലേ ഇഡലിക്ക് സ്വാദുണ്ടാവൂ. ഇല്ലേ സാവിത്രിയമ്മേ? ആ വേഗം ആട്ടെ. എന്നിട്ട് വേണം അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ. വിശപ്പ് കയറിയ പിന്നെ ഇരുത്തി പൊറപ്പിക്കില്ല സന്താനങ്ങള്. ഒരു വേലക്കാരത്തി ഉണ്ടായിരുന്നതിനെ പറഞ്ഞു വിട്ടു. വേലക്കാരിക്കും പിന്നെ ഇവർക്കൊക്കെ ചെലവിന് കൊടുക്കാൻ എവിടുന്നിട്ടിട്ടാ? മക്കൾ 3 എണ്ണം വളർന്നു വരുന്നത്. ആ പാവത്തിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിച്ച ശാപം കിട്ടും. ജാനു, ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. മൂക്ക് മുട്ട തിന്നുന്നുണ്ടല്ലോ 3 നേരവും. എടുക്കട്ടെ പണി കുറച്ചൊക്കെ. ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവും ഇതൊക്കെ. വിഷമൊന്നും വിചാരിക്കരുത്. ജാനുവിന് നല്ല സുഖമില്ലാത്തോണ്ടാ. സാരല്ല. കൈമള്, എനിക്കൊരു സഹായം ചെയ്യണം. എന്താ? എനിക്കെന്റെ മോനെ ഒന്ന് കാണും. ഒരു നോക്ക്, ഒരു വാക്കെങ്കിലും അവനോട് എനിക്ക് മിണ്ടണം. സാവിത്രിയമ്മ വേറെ ഒന്നും വിചാരിക്കരുത്. വേണ്ട, അവിടെ വരെ പോയിപ്പോ കണ്ടു തന്നെ വയ്ക്കാം. എന്താ പ്രയോജനം? സാവിത്രിയമ്മയെ കാണുമ്പോ ബാലുവിന്റെ മനോവിഷമം കൂടും, അത്ര തന്നെ. വേണ്ട സാവിത്രിയമ്മ, വേണ്ട. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ സംസാരിച്ചെല്ലാം ഞാൻ കേട്ടു. പക്ഷെ അത് അപകടമാണ്. ഈ ജയിൽ ചാടുക അത്ര എളുപ്പമല്ല. പിടിക്കപ്പെട്ട ഇരട്ടി ശിക്ഷ അനുഭവിക്കണം. ഇവിടുത്തെ കാലാവധി കൂടിയല്ലേ ഉള്ളൂ, തല പോയില്ലല്ലോ. ഒന്ന് പതുക്കെ പറ. നിങ്ങളെ അങ്ങനെ സാഹസം ചെയ്യാൻ ഞാൻ വിടില്ല.
ചാർലിക്ക് അതൊക്കെ പറയാം. മാസങ്ങളോട് കഴിഞ്ഞാല് ചാർലിക്ക് പുറത്തു പോവാം. ഞങ്ങളുടെ കാര്യവും കൊല്ലങ്ങൾ കിടക്കുന്ന മുന്നിൽ. അപ്പോഴേക്കും മൂത്ത് നരയ്ക്കും. ഞങ്ങൾ ചാടാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ബാലുവെങ്കിലും ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. ഇല്ല ചാർലി, എനിക്ക് പുറത്തു പോകണം. എന്ത് സഹിച്ചാലും ഞാൻ പോകും. അത് കഴിഞ്ഞ് എന്നെ തൂക്കിലേറ്റിയാലും ശരി, ഞാൻ പോകും. ചാർലി തടസ്സം നിൽക്കരുത്. ഇതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ശരി, നടക്കട്ടെ. ഞാൻ ഇതിലൊന്നും പറയുന്നില്ല. എന്നാലാവുന്ന സഹായം ചെയ്യാം. പക്ഷേ ധൃതി വെച്ചൊന്നും ചെയ്തു കളയരുത്. എല്ലാം സാവകാശം നോക്കിയും കണ്ടും വേണം പ്ലാൻ ചെയ്യാൻ. അതത്രേ ഉള്ളൂ. നല്ല മോളല്ലേ, കഴിക്ക്. വേണ്ട, അങ്കിൾ വന്നിട്ടേ കഴിക്കൂ. ആ അങ്കിളിനി വരില്ല മോളെ. അമ്മച്ചൻ പറഞ്ഞില്ലേ മോക്ക് വേറെ. ബാലു, ഈ അങ്കിള് മോക്ക് പാട്ട് ഡാൻസ് പഠിപ്പിച്ചു തരും. പിന്നെ ഒത്തിരി കഥ പറഞ്ഞു തരും. വേണ്ട. പറയുന്ന കേട്ടില്ല, ഉഷമോളെ തല്ലു മേടിക്കും. ഇല്ല മോളെ, അമ്മച്ചൻ വെറുതെ പറഞ്ഞതല്ലേ. കുഞ്ഞിക്കണ്ണായിരുന്നു ഇവിടെ ഉഷമോൾ കൂട്ടായിട്ട്. അയാളെ ഇന്ന് റിലീസ് ചെയ്തു. ആ ജോലി ഞാൻ ബാലുവിനെ ഏൽപ്പിക്കുകയാണ്. മോളെ ശ്രദ്ധിക്കേ വേണ്ടു. ആള് വലിയ ശാഠ്യക്കാരിയാണ്. എന്റെ മകളുടെ കുട്ടിയാ. അച്ഛനും അമ്മയും ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. രക്തബന്ധത്തിൽ ഈ കുഞ്ഞല്ലാതെ എനിക്ക് മറ്റാരുമില്ല. അല്പം ലാളിച്ചുകൊണ്ടാവാം കുസൃതി ഏറിയത്. ബാലു, ഞാൻ നോക്കിക്കൊള്ളാം സാർ. മോൾ എന്തിനാ കരയുന്നത്? പറയില്ലേ? എന്നാ പാവക്കുട്ടി പറയൂ. അരേ, ഇവിടെ ഒരു വയസ്സൻ അങ്കിൾ വരാറില്ലേ? ആ, കുഞ്ഞിക്കണ്ണേട്ടൻ. അതെ, അയാൾ പോയി. ഹായ്, എന്റെ പാവക്കുട്ടി സംസാരിക്കോ? അതെ, പക്ഷേ ചീത്തക്കുട്ടിയോട് സംസാരിക്കില്ല. ഞാൻ ചീത്തയല്ല. പിന്നെ എന്നാ ടിഫിൻ കഴിക്കാത്തത്? ശരി, മോള് ടിഫിൻ കഴിച്ചാൽ നീ അവളോട് സംസാരിക്കുമോ? കഴിക്കേ. മതി. അത് പറ്റില്ല, മുഴുവൻ കഴിക്കണം. ബാലു ഇതെങ്ങനെ സാധിച്ചു? ബാലുവല്ല, ഞാൻ പറഞ്ഞിട്ടാ. ബാലു ഒരു വെറ്റിലോക്കിസ്റ്റ് കൂടിയാണോ? ഇതൊരു നല്ല കലയാ. ഞാൻ ഈ ഡോള് വെച്ച് കുറെ ട്രൈ ചെയ്ത് തോറ്റതാ. വയസ്സായില്ലേ? അമ്മച്ച് പോയിട്ട് വരട്ടെ മോളെ. ബൈ. ബൈ. ബൈ ബൈ. അങ്കിള് പാടാൻ അറിയോ? ജയിലിലേക്ക് സാധനങ്ങളുമായി വരുന്ന വാന ആഴ്ചയിൽ 3 തവണ വരും. എന്താ കാര്യം? ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. സെക്യൂരിറ്റിക്കാർ പരിശോധിക്കാതെയാണ് വിടുന്നത്. ആ വാനിനകത്ത് കയറി പറ്റിയാൽ പുറത്തിറങ്ങി നമ്മെ സഹായിക്കാൻ. പുറത്ത് ഇറങ്ങിയിട്ട് അതിനെ പറ്റി ആലോചിക്കാം. എന്താ നിനക്ക് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. ആ വാൻ ഡ്രൈവർ ചാർലിയുടെ പരിചയക്കാരനാ. നമുക്ക് ചാർലിയുമായിട്ട് ആലോചിക്കാം. ബാംഗ്ലൂരിൽ നിന്നും ബാലുവിനെ കാണാനാണ് അഡ്വക്കേറ്റ് പ്രസാദ് വന്നിരിക്കുന്നത്. എന്നെ കാണാനോ? നിങ്ങളുടെയും നിങ്ങളുടെ അച്ഛൻ സുബ്രഹ്മണ്യരുടെയും പേരിൽ കോടതി വിധി നടത്തിയിട്ടുള്ള കേസുകളിൽ വിട്ടുകൊടുക്കാൻ എന്നെ അനുവദിക്കണം. അതിനുള്ള പേപ്പേഴ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പേപ്പേഴ്സിലെല്ലാം ബാലു ഒപ്പിട്ട് കൊടുക്കണം. നോ, ഇല്ല സാർ. ഒരു അഡ്വക്കേറ്റിനെ ഞാൻ ഇനി വിശ്വസിക്കില്ല. ബാലു, പ്രസാദ് ഈസ് ഹിയർ ഓൺലി ടു ഹെൽപ്പ് യു. എന്തിനാ സാർ ഇദ്ദേഹം എന്നെ സഹായിക്കുന്നത്? ഇന്ന് ആദ്യമായി കാണുന്ന ഇയാൾക്ക് എന്നോട് എന്തിനാ അത്ര താല്പര്യം? നിങ്ങളോട് താല്പര്യമുള്ള ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതെന്ന് കരുതും. ആരാണ് അയാൾ? 1.5 കൊല്ലത്തിലേറെ ഞാൻ ഇതിനകത്ത് കടന്നു. ഇത്രയും കാലം എവിടെയായിരുന്നു അയാൾ? പറയണം. സോറി, ഈ കേസിന്റെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാവുന്നത് വരെ എനിക്ക് ആ പേര് വെളിപ്പെടുത്താൻ പറ്റില്ല. ഐ ഡോണ്ട് ബിലീവ് യു. ബാലു, നിങ്ങൾ ചെയ്ത കുറ്റകൃത്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയ ശിക്ഷ തന്നെ അധികമാണ്. പുനർവിചാരണയിൽ അതിൽ കൂടുതലായി ഒരു കോടതിയും വിധിക്കില്ല. പകരം ചിലപ്പോൾ ഇളവ് കിട്ടിയാലോ? ലെറ്റ് ഹിം ട്രൈ. ആ പേപ്പേഴ്സ് ഇട്ട് കൊടുക്കും. പ്ലീസ് സൈൻ ഇറ്റ് ബാലു, പ്ലീസ്. ജയിലർ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. രക്ഷപ്പെടാനുള്ള നമ്മുടെ പരിപാടി അങ്ങനെ തന്നെ വേണം. ചാർലി ഏറ്റ കാര്യം എന്തായി? ഡ്രൈവറെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, കഷ്ടകാലത്തിന് പിടിച്ചുപോയ കുറ്റം സ്വയം ഏറ്റെടുത്തോണം. പാവം പിടിച്ച ഡ്രൈവറെ എന്നെ കുരിശേ കയറ്റരുത്. ചാർലിക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ശരി, എങ്കിൽ അടുത്ത ബുധനാഴ്ച കാലത്ത് വണ്ടി വരും.
കൊടുങ്കാട്ടിലെങ്ങോ പണ്ടൊരിക്കൽ ഞാൻ അകപ്പെട്ട കാര്യം ചൊല്ലിടുന്നു കേൾക്കൂ. ഇളമ്മാൻ കിടാങ്ങൾ മേഞ്ഞിരുന്ന മേട്ടിൽ വെറും കൈയുമായി വേട്ടയാടിയാടി ഏകനായി ഞാൻ മൂകനായി ഞാൻ പോയിരുന്ന നേരം ഇടത്തുന്നു വന്നു കാട്ടുപോത്തുകൾ, വലത്തുന്നു വന്നു പുലിക്കൂട്ടമയ്യോ, മുമ്പിൽ നിന്നു വന്നു കൊമ്പനാന നിന്നു, പിന്നിൽ നിന്നു സിംഹം, മന്നനായ സിംഹം, മേലെ മൂങ്ങകൾ ആൾക്കുരങ്ങുകൾ, താഴെ നിന്നു പാമ്പും. ക്ഷേമണ്ടാവില്ലടാ. കാട്ടുപോത്തുകൾ ആഞ്ഞു കുത്തവെ നോക്കി നിന്നു ഞാൻ പാവം. പാമ്പ് കൊത്തിയോ മൂങ്ങ മുത്തിയോ ഞാൻ അറിഞ്ഞതില്ലൊന്നും. സിംഹം അപ്പോഴേ എന്റെ ഈ ജഡം ചന്ന ഭിന്നമായി കീറി. കൊമ്പനാനയൻ നെഞ്ചിലേറി നിന്നങ്ങു ചിഹ്നവും കൂവി. തളർന്നു ദേഹം വളർന്നു ദാഹം, തളർന്നു ദേഹം വളർന്നു ദാഹം, കുഴഞ്ഞെന്റെ നാവും മനസ്സും കിനാവും. ചത്തുപോകുമോ കാറ്റു തീരുമോ എന്ന സംശയം വന്ന് എന്റെ ജീവന വന്യജീവികൾ പന്തു തട്ടി അന്യോന്യം. എല്ലുവേറെയായി പല്ലുവേറെയായി ഒന്നു തിന്നവർ പോയി. പിന്നെ ഇപ്പോഴും ജീവനോടയൻ കുഞ്ഞിലെങ്ങനെ അങ്കിൾ പാട്ടുപാടിയും അട്ടമാടിയും കൂട്ടുകൂടിയും നിൽപ്പൂ. അത് ഞങ്ങൾ തമ്മിൽ നോക്കിക്കോളാം. അയ്യോ അങ്കിളിന് ഇപ്പോഴും ജീവനുണ്ടല്ലോ. ഇതെന്തു ജീവൻ, ഇതാണോ ജീവൻ? ഇതെന്തു ജീവൻ, ഇതാണോ ജീവൻ? അഴിക്കുള്ളിലൂടെ ഇഴയുന്ന ജീവൻ. ഇങ്ങനൂടെയും ഇങ്ങനൂടെയും ഇങ്ങനോടും ഈ ജീവൻ, ഇങ്ങനോടും ഈ ജീവൻ.